ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. നവമാലിക വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥ, അധ്യായം 1. അലൻസോൺ. യേശു, ജനുവരി 1895. പ്രിയപ്പെട്ട അമ്മേ, 2 വിധത്തിൽ. ഒന്ന്, എനിക്ക് അമ്മയായ അങ്ങേക്കാണല്ലോ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ചരിത്രം വെളിപ്പെടുത്തുവാൻ പോകുന്നത്. അത് അമ്മ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ സ്വന്തം കാര്യത്തിൽ വ്യാപരിക്കുന്നത് നിമിത്തം എൻ്റെ ഹൃദയം അസ്വസ്ഥമാകുകയില്ലയോ എന്ന് ഞാൻ ശങ്കിച്ചു. എന്നാൽ സരളമായി അനുസരിക്കുന്നത് തനിക്ക് പ്രീതികരമാണെന്ന് യേശു പിന്നീട് എന്നെ ബോധ്യപ്പെടുത്തി. പോരെങ്കിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് നിർവഹിക്കേണ്ടതായിട്ടുള്ളൂ. അതായത്, എന്നേക്കും ഞാൻ പ്രകീർത്തിക്കേണ്ട കർത്താവിൻ്റെ കാരുണ്യം ഇപ്പോൾ തന്നെ പാടി തുടങ്ങുക. തൂലിക കയ്യിലെടുക്കുന്നതിന് മുൻപ് പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ ഞാൻ മുട്ടുകുത്തി. സ്വർഗരാജ്ഞിക്ക് നമ്മുടെ കുടുംബത്തോടുള്ള മാതൃവാത്സല്യത്തിൻ്റെ എന്തുമാത്രം അടയാളങ്ങൾ ആ സ്വരൂപം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. മാതാവിന് ഇഷ്ടമില്ലാത്ത ഒരു വരി പോലും എഴുതുവാൻ ഇടയാകത്തക്കവണ്ണം എൻ്റെ കൈ നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അനന്തരം സുവിശേഷം തുറന്നു നോക്കിയപ്പോൾ താഴെ പറയുന്ന വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. യേശു മലയിൽ കയറി തനിക്കിഷ്ടമുള്ളവരെ അടുക്കൽ വിളിച്ചു. അവർ തൻ്റെ പക്കൽ വരികയും ചെയ്തു. എൻ്റെ ദൈവവിളിയുടെ സമസ്ത രഹസ്യവും ഇതിലുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ്റെയും, വിശിഷ്യ യേശു എൻ്റെ ആത്മാവിൽ വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെയും രഹസ്യം. അർഹതയുള്ളവരെയല്ല അവിടുന്ന് വിളിക്കുന്നത്, പ്രത്യുത തനിക്കിഷ്ടമുള്ളവരെ അത്രേ. അഥവാ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, ദൈവം തനിക്കിഷ്ടമുള്ളവരോട് കനിവ് കാണിക്കുന്നു. കരുണ കാണിക്കുവാൻ തനിക്ക് തോന്നുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. ആകയാൽ അത് ആശിക്കുന്നവൻ്റെയോ ഓടുന്നവൻ്റെയോ നൈപുണ്യമല്ല, പ്രത്യുത കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ വൈഭവം മാത്രമാണ്. റോമ 9 അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കുറേ കാലമായി ഞാൻ ആലോചിക്കുകയായിരുന്നു, നല്ല ദൈവം എന്തുകൊണ്ടാണ് പക്ഷപാതം കാണിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് എല്ലാ ആത്മാക്കളും ഒരേ അളവിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാത്തതെന്നും. വിശുദ്ധ പൗലോസ്, വിശുദ്ധ അഗസ്റ്റിൻ എന്നിവരെ പോലെ തന്നെ ദ്രോഹിച്ച വിശുദ്ധരുടെ മേൽ അസാധാരണമായ അനുഗ്രഹങ്ങൾ അവിടുന്ന് നിർലോഭം വർഷിക്കുന്നതും അവ സ്വീകരിക്കാൻ അവരെ നിർബന്ധിക്കുന്നതും എന്ന് തന്നെ പറയട്ടെ, കണ്ട് ഞാൻ വിസ്മയിച്ചു പോയി. അതുപോലെ തന്നെ പുണ്യവാന്മാരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ ചിലരെ നമ്മുടെ കർത്താവ് തൻ്റെ പക്കലേക്കുള്ള ഉന്നമനത്തിൽ യാതൊരു തടസ്സവും അനുവദിക്കാതെയും മാമോദീസായുടെ വെള്ള വസ്ത്രത്തെ മലിനമാക്കുക സാധ്യമല്ലാത്ത വിധം സവിശേഷ അനുഗ്രഹങ്ങൾ നൽകിയും പിള്ളത്തൊട്ടി മുതൽ ശവകുടീരം വരെ ഓമനിക്കുന്നത് കാണുമ്പോൾ ഞാൻ തന്നെത്താൻ ചോദിച്ചിരിക്കുന്നു, എന്തുകൊണ്ടാണ് സാധുക്കളായ അസംഖ്യം കാട്ടുജാതികൾ ദൈവനാമത്തിൻ്റെ ഉച്ചാരണം ശ്രവിക്കാൻ പോലും സാധിക്കാതെ അന്തരിച്ചു പോകുന്നതെന്ന്. ആ രഹസ്യം എനിക്ക് ഉപദേശിച്ചു തരുവാൻ യേശു തിരുമനസ്സായി. പ്രകൃതിയാകുന്ന പുസ്തകം അവിടുന്ന് എൻ്റെ കൺമുമ്പിൽ തുറന്നു വച്ചു. അവിടുന്ന് സൃഷ്ടിച്ച എല്ലാ പുഷ്പങ്ങളും അഴകുള്ളവയാണെന്നും റോസിൻ്റെ കാന്തിയും ലില്ലിയുടെ വെണ്മയും കുഞ്ഞു വയലറ്റിൻ്റെ സൗരഭ്യത്തെയോ ഡേസിയുടെ ആകർഷകമായ സാരല്യത്തെയോ നിർമാർജനം ചെയ്യുന്നില്ലെന്നും എനിക്ക് ബോധ്യമായി. ചെറിയ പുഷ്പങ്ങൾക്കെല്ലാം റോസുകളാകുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം പ്രകൃതിയുടെ വാസന്തിക പ്രതീതി നഷ്ടപ്പെടും. വയലുകൾക്ക് കുഞ്ഞു പൂക്കളുടെ അലങ്കാരമില്ലാതായി തീരുമെന്നും ഞാൻ ഗ്രഹിച്ചു. യേശുവിൻ്റെ ഉദ്യാനമാകുന്ന ആത്മാക്കളുടെ ലോകത്തിൻ്റെ സ്ഥിതിയും ഇത് തന്നെ. ലില്ലിയോടും റോസിനോടും ഉപമിക്കാവുന്ന മഹാവിശുദ്ധരെ സൃഷ്ടിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായിട്ടുണ്ട്. എങ്കിലും തീരെ ചെറിയവരെയും അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നല്ല ദൈവം തൃക്കണ്ണുകളെ പാതാന്തികത്തിലേക്ക് താഴ്ത്തുമ്പോൾ അവയ്ക്ക് കുളിർമ നൽകുവാൻ നിയുക്തരായ ഡെയ്സികളോ വയലറ്റുകളോ ആയിരിക്കുന്നതിൽ അവർ തൃപ്തിപ്പെട്ടു കൊള്ളണം. തിരുമനസ് നിറവേറ്റുന്നതിലും അവിടുന്ന് നൽകുന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിലുമാണ്
പുണ്യപൂർണത അടങ്ങിയിരിക്കുന്നത്.